നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 9ാം തരത്തിലെ കേരള പാഠാവലി 2ാം ഭാഗം 5ാമത്തെ യൂണിറ്റ് വിടില്ല ഞാനീ രശ്മികളെ. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത്. സന്തോഷ് ഏച്ചിക്കാനം രചിച്ച പകൽ സ്വപ്നത്തിൽ വെയിലു കായാൻ വന്ന ഒരു നരി എന്ന കൃതിയിൽ നിന്നാണ് പാഠഭാഗം എടുത്തിരിക്കുന്നത്. മധുരക്കിഴങ്ങിൻ്റെ രുചി എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര്. ഇത് ഒരു അനുഭവക്കുറിപ്പാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. എഴുത്തുകാരനെ പരിചയപ്പെടാം. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് സന്തോഷ് ഏച്ചിക്കാനം. ചെറുകഥാ രചനയ്ക്ക് പുറമെ സിനിമ, സീരിയൽ രംഗത്തും അദ്ദേഹം പ്രവർത്തിക്കുന്നു. 1971 കാസർഗോഡ് ജില്ലയിലെ ബേഡഡ്കയിലെ ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രതീക്ഷകൾ അസ്തമിക്കാത്തവരുടെ ആകുലതകളും വിഹ്വലതകളും സൂക്ഷ്മമായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് സന്തോഷ് ഏച്ചിക്കാനം. നിരാശാഭരിതരുടെ ജീവിതമല്ല, പ്രതീക്ഷാനിർഭരമായ മനുഷ്യരുടെ ജീവിതത്തോടൊപ്പമാണ് അദ്ദേഹം യാത്ര ചെയ്തത്. പ്രധാന കൃതികൾ: ഒറ്റവാതിൽ, കോമാല. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. നരനായും പറവയായും, കഥാപാത്രങ്ങളും പങ്കെടുത്തവരും, ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ, മംഗല്യം തന്തുനാൻ ദേന, എന്മകജെ, പഠനങ്ങൾ, കഥകൾ, ശ്വാസം, ബിരിയാണി, ഒരു പിടി ഗോതമ്പ്. അദ്ദേഹം രചിച്ച തിരക്കഥകൾ: നവംബർ റെയിൻ, നിദ്ര, ബാച്ചിലർ പാർട്ടി, അന്നയും റസൂലും, ഞാൻ, സ്റ്റീവ് ലോപ്പസ് എന്നീ ചലച്ചിത്രത്തിനു വേണ്ടിയാണ് അദ്ദേഹം തിരക്കഥകൾ രചിച്ചിട്ടുള്ളത്. പ്രവാസി ബഷീർ പുരസ്കാരം, ചെറുകാട് അവാർഡ്, പത്മരാജൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന വരികൾ വായിക്കാം. വെയിലിൽ വെന്ത വേരുകൾ കണ്ണീരിൻ്റെ നനവ് കാത്തുവയ്ക്കുന്നു, ഇലകളിൽ മധുരം വിളമ്പുന്നു. വേരുകൾ വേവുമ്പോഴും കണ്ണീര് പൊഴിയുമ്പോഴും ആ കണ്ണീരിൻ്റെ നനവിലും ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ കഴിഞ്ഞവർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരുടെ ജീവിതങ്ങളാണ് ഭാവിയിലേക്ക് നമ്മെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. മധുരക്കിഴങ്ങിൻ്റെ രുചി. പാഠഭാഗം ഒരു അനുഭവക്കുറിപ്പാണ് എന്ന് നേരത്തെ പറഞ്ഞു. ഭാവതീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ അനുഭവക്കുറിപ്പാണിത്. മധുരക്കിഴങ്ങിൻ്റെ രുചി. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ദിവസം ഞാൻ ബേഡഡുക്കയിലെ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നതായിരുന്നു. ബസ്സിറങ്ങി കുറച്ചു ദൂരം നടന്ന് ഒരു കയ്യാല കയറി പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഇടവഴിയിലൂടെ നടന്ന് കവുങ്ങിൻ തോപ്പിലേക്കിറങ്ങിയപ്പോഴേക്കും കുറേ ആളുകൾ ധൃതിയിൽ നാട്ടിക്കണ്ടത്തിനു നേരെ ഓടിപ്പോകുന്നത് കണ്ടു. പച്ചക്കറികൾ വളർന്ന് കണ്ണെത്താ ദൂരത്തോളം പച്ച നിറം വ്യാപിച്ചു കിടക്കുന്ന വയലിലേക്ക് നോക്കിയപ്പോൾ അവിടെയും കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കാണും. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ലല്ലോ. കണ്ടത്തിലെ ഈർപ്പം മാറാത്ത മൺകട്ടകൾക്കുമേൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ മരിച്ചു കിടക്കുന്നത് ഞാൻ സങ്കല്പിച്ചു നോക്കി. പക്ഷേ ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്ത് ഒരു ദുരന്തം നടന്നതിൻ്റെ മ്ലാനതയൊന്നും കാണാനില്ല. എഴുത്തുകാരൻ അമ്മ വീട്ടിലേക്ക് എത്തിയതാണ്. കയ്യാല കയറി, കയ്യാല വേലി, മതിൽ എന്നൊക്കെയാണ് അർത്ഥം. പുരയിടത്തിന് അതിർവരമ്പായിട്ടുള്ളവിടെയാണ് വേലികളോ മതിലുകളോ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കയ്യാല കയറി പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും ഒക്കെ നിറഞ്ഞ ഇടവഴിയിലേക്ക് നീങ്ങിയപ്പോഴാണ് ആളുകൾ ധൃതിയിൽ ഓടിപ്പോകുന്നത് കണ്ടത്. കണ്ണെത്താ ദൂരത്തോളം പച്ചക്കറി കൃഷി വ്യാപിച്ചു കിടക്കുന്ന വയലാണത്. എന്തെങ്കിലും അത്യാഹിതം, ആപത്ത്, അപകടം സംഭവിച്ചു കാണുമെന്ന് അദ്ദേഹം കരുതി. പരിചയക്കാരെങ്കിലും നനഞ്ഞ ഈർപ്പം മാറാത്ത മൺകട്ടകൾക്ക് മേൽ വീണ് കിടക്കുന്നത് അദ്ദേഹം സങ്കല്പിച്ചു നോക്കി. പക്ഷേ ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്തൊന്നും ഒരു ദുരന്തം നടന്നതിൻ്റെ മ്ലാനത, വിഷമം ഒന്നും കാണാനില്ല. പിന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പായുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാനും അങ്ങോട്ട് വച്ചു പിടിച്ചു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ നിരാശപ്പെടുത്തി. കുറേ പേർ ഇരുന്ന് മധുരക്കിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ 2 കുട്ടികളുമുണ്ട്. ഇത് കാണാനാണോ ആളുകൾ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്? നെൽകൃഷി കഴിഞ്ഞാൽ ആളുകൾ പച്ചക്കറികളും മധുരക്കിഴങ്ങും മുതിരയും ചെറുപയറുമൊക്കെ കൃഷി ചെയ്യും. ഇതിലെന്താണിപ്പോൾ ഇത്ര അത്ഭുതം?
അത്ഭുതമുണ്ട്, ചെറിയോനേട്ടൻ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് അദ്ദേഹം. കാര്യം പിടികിട്ടാതെ ഞാൻ ചെറിയോനേട്ടനെ നോക്കി. ചെറിയോനേട്ടൻ ഞങ്ങളുടെ ഗ്രാമത്തെ അത്ഭുതത്തിൻ്റെ പരകോടിയിലെത്തിച്ച, മരണത്തിനുമേൽ ജീവിതത്തിൻ്റെ വിളവെടുപ്പ് നടത്തിയ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ആളുകൾ ധൃതിപ്പെട്ടു പോകുന്നിടത്തേക്ക് ഇവിടെ എഴുത്തുകാരനും ചെന്നു. പക്ഷേ നിരാശയാണ്. അവിടെ കണ്ടത് കുറച്ചുപേർ മധുരക്കിഴങ്ങ് മാന്തുന്നതാണ്. എന്താണിതിൽ ഇത്ര അത്ഭുതം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോഴാണ് ആ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലികളെ ചികിത്സിക്കാൻ കഴിവുള്ള വ്യക്തിയുമായ ചെറിയോനേട്ടൻ ആ കഥ പറഞ്ഞു തുടങ്ങിയത്. മരണത്തിന്മേൽ ജീവിതത്തിൻ്റെ വിളവെടുപ്പ് നടത്തിയ 2 കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥ കൂടിയായിരുന്നു അത്. 8 വയസ്സുകാരനായ സുജിത്തും 6 വയസ്സുകാരിയായ സുനിതയുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അച്ഛനും അമ്മയും ഇല്ലാത്ത 2 അനാഥ കുട്ടികൾ. അവർക്ക് ഒരു അമ്മയുണ്ടായിരുന്നു. പേര് നാരായണി. ഇവർക്ക് പുറമെ 2 പെൺമക്കൾ കൂടി നാരായണിക്കുണ്ട്, രുക്മിണിയും രാഗിണിയും. അവർ അമ്മയോട് തങ്ങൾ ആരുടെ മക്കളാണെന്ന് ചോദിച്ചിട്ടില്ല. അവർ അതൊട്ട് പറഞ്ഞിട്ടുമില്ല. രുക്മിണിയെയും രാഗിണിയെയും വിവാഹം കഴിച്ച പുരുഷന്മാരും അത് ചോദിച്ചിട്ടില്ല. നാരായണി കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്നു. അവർ അടുത്ത വീടുകളിലെ എച്ചിൽ പാത്രങ്ങൾ വെണ്ണീറിട്ട് നിരന്തരം കഴുകുകയും പഴങ്കഞ്ഞി കുടിക്കുകയും ബാക്കി വന്ന ആഹാര സാധനങ്ങൾ കിണ്ണത്തിൽ പകർന്ന് വീട്ടിൽ കൊണ്ടുപോയി അമ്മ ചോയിച്ചിക്കും 100 കഴിഞ്ഞ അമ്മൂമ്മ കുഞ്ഞമ്പയ്ക്കും മക്കൾക്കും കൊടുക്കുകയും ചെയ്തു. ചെറിയോനേട്ടൻ പറയുന്ന കഥയിലെ കഥാപാത്രങ്ങൾ 2 ചെറിയ കുട്ടികളാണ്. 8 വയസ്സുകാരൻ സുജിത്തും 6 വയസ്സുകാരി സുനിതയും. അവരുടെ അമ്മയാണ് നാരായണി. അവർക്ക് 2 പെൺമക്കൾ കൂടിയുണ്ട്, രാഗിണിയും രുക്മിണിയും. അങ്ങനെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടേത്. കാണാൻ അതിസുന്ദരിയാണ് നാരായണി. അവരുടെ ഉപജീവനം നടത്തിയിരുന്നത് അടുത്ത വീടുകളിലെ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകിയാണ്, വീട്ടുപണി ചെയ്താണ് അവർ കഴിഞ്ഞിരുന്നത്. വെണ്ണീറ് ചാരം എന്നാണ് അർത്ഥം. നിരന്തരം, ദിവസവും, നിരന്തരം, എല്ലായ്പ്പോഴും എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ആ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന മിച്ചം വരുന്ന ഭക്ഷണം കൊണ്ടാണ് അവർ തൻ്റെ മക്കളെയും അമ്മയെയും അമ്മൂമ്മയെയും ഒക്കെ പരിപാലിച്ചിരുന്നത്. രാഗിണിയും രുക്മിണിയും ഞങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചു, കഥ പറഞ്ഞു, സ്കൂളിൽ പോയി, ഒന്നിച്ചിരുന്ന് പഠിച്ചു. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും രാഗിണിയും അത് കഴിഞ്ഞ് രുക്മിണിയും പഠനം നിർത്തി. തുന്നലിനും ബീഡിപ്പണിക്കുമൊക്കെ പോയി തുടങ്ങി. 2 പേരെയും കാണാൻ ചന്തമുള്ളതുകൊണ്ട് ആലോചനയുമായി ആദ്യം വന്ന പയ്യന്മാർക്കു തന്നെ നാരായണി 2 പേരെയും കെട്ടിച്ചു കൊടുത്തു. അവരുടെ കല്യാണത്തിന് പണവും പച്ചക്കറികളും അരിയും പൈസയുമായി കഴിയുന്ന വിധത്തിലൊക്കെ നാട്ടുകാർ സഹായിച്ചു. 2 മക്കളും പോയപ്പോഴാണ് നാരായണിക്ക് ഒരു ആലോചന വന്നത്. ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നാരായണി പിടിച്ചു നിൽക്കാൻ നോക്കി. ചോയിച്ചിയും കുഞ്ഞമ്മയും ചത്തുപോയാൽ നീ ഒറ്റയ്ക്കാവൂലേ? 2 പെൺമക്കളെയും മംഗലം കഴിച്ചു കൊടുത്തില്ലേ? ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ നാരായണി? ചിലർ പറയുന്നത് ശരിയാണെന്ന് നാരായണിക്ക് തോന്നി. ഒരു ദിവസം നാരായണിയെ കുറച്ചകലെ നിന്നു വന്ന ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ഒരു 60കാരനാണ്. പക്ഷെ നല്ല സ്വഭാവ ഗുണമുള്ള മനുഷ്യനാണ്. പ്രഗത്ഭനായ ആശാരി. കാഴ്ചയിൽ പക്ഷേ വളരെ ദുർബലൻ. ഇതിനകം ജീവിതത്തിലുണ്ടായ 3 മരണങ്ങൾ അയാളെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. തൻ്റെ സൗന്ദര്യവുമായി ചേർത്ത് വയ്ക്കാൻ പറ്റില്ലെങ്കിലും ആ മനുഷ്യൻ്റെ കൂടെ നാരായണി പോയി. രാഗിണിയുടെയും രുക്മിണിയുടെയും വിവാഹം കഴിഞ്ഞപ്പോഴാണ് നാരായണിക്ക് മറ്റൊരു ആലോചന വരുന്നത്. ഒരു 2ാം വിവാഹം. കുടുംബക്കാരും അയൽവാസികളുമൊക്കെ ഒരുപക്ഷെ നാരായണിയെ ആ 2ാം വിവാഹത്തിന് പ്രേരിപ്പിച്ചിരിക്കണം. അമ്മയുടെയും അമ്മൂമ്മയുടെയും കാലം കഴിഞ്ഞാൽ താൻ ഒറ്റയ്ക്കാകുമെന്നും അതുപോലെ 2 മക്കളുടെയും വിവാഹം കഴിച്ചു കൊടുത്ത് ഇപ്പോൾ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നാരായണിക്ക് വയസ്സുകാലത്തൊരു കൂട്ട് വേണമെന്ന് മറ്റുള്ളവർ ഉപദേശിച്ചു. അത് ശരിയാണെന്ന് അവൾക്കും തോന്നി. അങ്ങനെ 60കാരനായ പ്രഗത്ഭനായ ആശാരിയോടൊപ്പം അവൾ പോകുന്നു. പ്രഗത്ഭനായ ആശാരി, പ്രഗത്ഭൻ, കഴിവുള്ള ആശാരി. അയാളിൽ നാരായണിക്ക് 2 മക്കളുണ്ടായി. ആ കുഞ്ഞുങ്ങളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളായ സുജിത്തും സുനിതയും. സുജിത്തിന് 6 വയസ്സായപ്പോൾ നാരായണിക്ക് അജ്ഞാതമായ ഏതോ രോഗം പിടിപെട്ടു. 4ാമത്തെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയവും കുറ്റബോധവും ആശാരിയെ പിടികൂടി. വൈകാതെ നാരായണി മരിച്ചു.
സുജിത്തും സുനിതയും അനാഥരായി. അവർ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അതിനകം മുതുമുത്തശ്ശിയായ കുഞ്ഞമ്മ മരിച്ചുപോയിരുന്നു. പറക്കമുറ്റാത്ത പേരക്കുട്ടികളെ പോറ്റാൻ 75കാരിയായ ചോയിച്ചി അടുത്ത വീട്ടിലെ പാത്രങ്ങൾ കഴുകി. പുളിച്ച കഞ്ഞിയും പഴകിയതും ഒരിക്കലും പാകമാകാത്തതുമായ ഉടുപ്പുകളുമായി തിരിച്ച് കൂരയിലെത്തി. നാരായണിക്ക് 2ാം വിവാഹത്തിലുണ്ടായ കുഞ്ഞുങ്ങളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ സുജിത്തും സുനിതയും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അമ്മയുടെ സ്നേഹം ഒരുപാട് കാലം അനുഭവിക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. അജ്ഞാതമായ രോഗം പിടിപെട്ട് നാരായണി മരിക്കുന്നു. പേരക്കുട്ടികളുടെ സംരക്ഷണം മുത്തശ്ശിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. 75 വയസ്സ് പ്രായമുള്ള മുത്തശ്ശി അവരെ പോറ്റാനായി അടുത്ത വീടുകളിലെ പാത്രങ്ങൾ കഴുകേണ്ട അവസ്ഥയിലായി. പാകത്തിനനുസരിച്ച് സുജിത്ത് മിടിയും സുനിത ആൺകുട്ടികളുടെ ട്രൗസറും ഇട്ടു. ചെറിയോനേട്ടൻ കാണുന്നതിന് മുമ്പ് അതുങ്ങളെ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. മുടി വെട്ടാൻ കാശില്ലാതെ പെൺകുട്ടികളെ പോലെ നടക്കുന്ന സുജിത്തിന് ദാനം കിട്ടുന്ന വസ്ത്രങ്ങൾ ലിംഗഭേദമില്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ ആ രൂപം വളരെയേറെ സഹായിച്ചു. ഈ 2 കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ രൂക്ഷതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൺകുട്ടിയായ സുജിത്തിൻ്റെ കയ്യിൽ മുടി വെട്ടാനുള്ള കാശില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുടി പെൺകുട്ടികളെ പോലെ നീണ്ടു വളർന്നു കിടക്കുന്നുണ്ട്. ദാനം കിട്ടിയ വസ്ത്രം ഒരു പെൺകുട്ടിയുടേതാണെങ്കിൽ പോലും അവനത് ആ രൂപം കൊണ്ട് അവനത് ചേർച്ചയുള്ളതായിട്ട് മാറുന്നു. അങ്ങനെ ലിംഗഭേദമില്ലാതെ യഥേഷ്ടം അവന് കിട്ടുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ അവൻ്റെ ആ രൂപം അവനെ അനുവദിച്ചു. ഇതെല്ലാം അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ മുഖങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈക്കോട്ട് പിടിക്കാനുള്ള ശേഷി കിട്ടും വരെ എന്നെ മടക്കി വിളിക്കല്ലേ ദൈവമേ എന്ന് ചോയിച്ചി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത്തിരി മണ്ണുണ്ട്, അതിൽ കപ്പയിട്ടെങ്കിലും അവറ്റകൾ ജീവിച്ചോളും. പക്ഷേ ദൈവം ചോയിച്ചിയുടെ വിളി കേട്ടില്ല. പ്രാർത്ഥന കൊണ്ട് മറികടക്കാൻ പറ്റുന്നതിനേക്കാൾ അവരുടെ ശരീരം ക്ഷീണിച്ചു പോയിരുന്നു. മുത്തശ്ശിക്ക് തൻ്റെ പേരക്കുട്ടികളെ കുറിച്ച് ചിന്തിച്ച് ആകുലതയുണ്ട്. തനിക്ക് പ്രായമേറെ ആയിരിക്കുന്നു. ഇവർക്ക് കൈക്കോട്ട് പിടിക്കാനുള്ള ആ ഒരു ആരോഗ്യമെങ്കിലും, അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നത് വരെയെങ്കിലും തന്നെ തിരിച്ചു വിളിക്കല്ലേ ദൈവമേ എന്നവർ ദിവസവും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. കാരണം അത്രയേറെ അവരുടെ ശരീരം ക്ഷീണിച്ചു പോയിരുന്നു. മരണത്തിൻ്റെ ആഘാതത്തിൽപ്പെട്ട് കണ്ണീര് പോലും പുറത്തു വരാത്തവണ്ണം ആ കുട്ടികൾ മരവിച്ചു പോയി. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെൻറ്റ് മണ്ണും മാത്രം. ആശാരിയുടെ സ്വത്തൊക്കെ മറ്റു 3 ബന്ധത്തിലുണ്ടായിരുന്ന മക്കൾ പകുത്തെടുത്തു. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ചു ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തിക്കൊടുത്തു. മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോയിച്ചി പറഞ്ഞു കൊടുത്തിരുന്നു. കുമിളുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ. മുത്തശ്ശിയുടെ മരണം ആ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചത്. ആഘാതം എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണീര് പോലും പുറത്തു വരാൻ കഴിയാത്തവണ്ണം അത്രയേറെ വലിയൊരു മുറിവാണ് സൃഷ്ടിച്ചത്. കുട്ടികളാകെ മരവിച്ചു പോയി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, അനാഥത്വവും അരക്ഷിതാവസ്ഥയും കൂടെ ദാരിദ്ര്യവും. ആദ്യമൊക്കെ അയൽക്കാർ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു. ക്രമേണ ആ കുഞ്ഞുങ്ങളെ പലരും മറന്നു. ഇനി തങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരാൻ അമ്മൂമ്മയില്ല എന്ന യാഥാർത്ഥ്യം കുട്ടികൾ പതുക്കെ മനസ്സിലാക്കുന്നു. അവൻ തൻ്റെ സഹോദരിയെ, തൻ്റെ കൂടപ്പിറപ്പിനെ പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ട്. തോട്ടിൽ കൊണ്ടുപോയി തൻ്റെ പെങ്ങളെ കുളിപ്പിക്കുകയും തലമുടി തോർത്തിക്കൊടുക്കുകയും ചെയ്തു. മഴ പെയ്തപ്പോൾ അവളെ പുതപ്പിച്ചു. ഇടിവെട്ടിയപ്പോൾ അവൻ ഒട്ടും പേടിച്ചില്ല. കാരണം ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോയിച്ചി പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാമല്ലോ എന്നൊരു ആശ്വാസം അവനുണ്ട്. മരണത്തെയും അനാഥത്വത്തെയും ആ കുട്ടികൾ മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് ഗ്രാമം കോരിത്തരിപ്പോടെ നോക്കി നിന്നു. സുജിത്ത് തവര പൊട്ടിച്ചു കൊണ്ടുവന്ന് ഉപ്പിട്ട് 3 നേരവും കഴിച്ചു. ചോയിച്ചി ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ദിവസം അവന് ചായ്പിൽ വെച്ച തൂമ്പ എടുത്തുയർത്താൻ പറ്റി. അപ്പോഴേക്കും വയലുകൾ കൊയ്ത്തു കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു.
ആളുകൾ പച്ചക്കറിയും മധുരക്കിഴങ്ങും നടാനുള്ള ഒരുക്കത്തിലാണ്. കുറച്ചു കാശു കൊടുത്ത് 4-5 മാസത്തേക്ക് വയൽ പാട്ടത്തിനെടുത്തിട്ടാണ് ആളുകൾ കൃഷിയിറക്കുക. സുജിത്തും സുനിതയും വയൽ വരമ്പിലിരുന്ന് നിരാശരായി. കുറച്ച് മധുരക്കിഴങ്ങ് നട്ടാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ വയൽ പാട്ടത്തിനെടുക്കാൻ കാശെവിടെ? പതുക്കെ ആ 2 കുട്ടികളും അവരെ ചൂഴ്ന്നിരുന്ന അനാഥത്വത്തെയും ആ അരക്ഷിതാവസ്ഥയെയും വളരെ തൻ്റെയിടത്തോടു കൂടി തന്നെ അതിജീവിക്കുന്നത് ആ ഗ്രാമം കണ്ടുനിന്നു. മുത്തശ്ശി ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരിക്കൽ സുജിത്തിന് ചായ്പിൽ വെച്ചിരുന്ന തൂമ്പ എടുത്തുയർത്താനുള്ള ശേഷിയുണ്ടായി. വയലിലിറങ്ങി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി. അപ്പോഴേക്കും വയലുകളെല്ലാം കൊയ്ത്തു കഴിഞ്ഞ് പാകമായിരുന്നു. പച്ചക്കറിയും മധുരക്കിഴങ്ങുമൊക്കെ നടാനുള്ള കാലമാണത്. അവർക്ക് കുറച്ച് മധുരക്കിഴങ്ങ് നട്ടാൽ കൊള്ളാമെന്നുണ്ട്. പലപ്പോഴും ഇത് ആളുകൾ പാട്ടത്തിനെടുത്താണ്, കൃഷിഭൂമി പാട്ടത്തിനെടുത്താണ് ഈ പച്ചക്കറി കൃഷിയും മധുരക്കിഴങ്ങ് കൃഷിയുമൊക്കെ നടത്തുക. പക്ഷേ ഇങ്ങനെ പാട്ടത്തിനെടുക്കാൻ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കാശില്ല. അങ്ങനെയാണ് അവർ ചെറിയോനേട്ടനെ കാണുന്നത്. വെറുതെ ചോദിച്ചതാണ്, ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല, നിങ്ങളെ കണ്ടത്തിൽ ഞാൻ കുറച്ച് കേങ്ങ് നട്ടോട്ടെ? സുജിത്ത് ചോദിച്ചു. ചെറിയോനേട്ടൻ ചിരിച്ചു. ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ? എനിക്ക് പൊന്തിക്കാൻ പറ്റും. അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു. ചെറിയോനേട്ടന് സങ്കടം വന്നു. ആ കണ്ടം നീ എടുത്തോടാ. ചെറിയോനേട്ടൻ കുറേ വയൽ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും തൻ്റെ മണ്ണിലേക്ക് വിരൽ ചൂണ്ടി. സുജിത്തിനും സഹോദരിക്കും സന്തോഷത്തിനതിരില്ലായിരുന്നു. കാലത്തു മുതൽ അസ്തമിക്കും വരെ അവർ 2 പേരും ചെറിയ തൂമ്പയും കൈക്കോട്ടുമായി കഴിച്ചുകൂട്ടി. ദിവസങ്ങൾക്കുള്ളിൽ അവർ വയൽ കിഴങ്ങ് നടാൻ പാകത്തിൽ ഒരുക്കിയെടുത്തു. മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ച് ചാലുകീറി നട്ടു. പഴയ 2 മൺകുടങ്ങൾ ചെറിയോനേട്ടൻ അവർക്ക് നൽകി. ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി. അങ്ങനെ ചെറിയോനേട്ടൻ്റെ സഹായത്തോടെ മധുരക്കിഴങ്ങ് നടാനുള്ള ഭൂമി അവർ ഒപ്പിച്ചെടുക്കുന്നു. കാലത്തു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ 2 കുഞ്ഞുങ്ങളും, അതായത് 8 വയസ്സുകാരനായ സുജിത്തും 6 വയസ്സുകാരിയായ സുനിതയും തൂമ്പയും ചെറിയ കൈക്കോട്ടുമായി അവർക്ക് കിട്ടിയ ഭൂമിയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ കിഴങ്ങ് നടാൻ പാകത്തിൽ അവർ ഭൂമിയെ ഒരുക്കിയെടുത്തു. മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികളാണ് അവർ ചാലുകീറി നട്ടത്. അതൊന്നും പണം കൊടുത്ത് നല്ല കിഴങ്ങുവള്ളികൾ ശേഖരിക്കാനുള്ള പണമൊന്നും അവരുടെ കയ്യിലില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികളാണ് അവർ നട്ടത്. ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് പോലെ വളരെയധികം കഷ്ടപ്പെട്ട് തോട്ടിൽ നിന്ന് അവർ വെള്ളം കോരിക്കൊണ്ടുവന്ന് അവരുടെ വയൽ നനച്ചു. അതെല്ലാം നാട്ടുകാർ വളരെ അമ്പരപ്പോടുകൂടി തന്നെ നോക്കിക്കാണുന്നു. മറ്റുള്ളവരെ പോലെ ഈ കുട്ടിക്കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളിർത്തു. രാത്രി സഹോദരിയെ ചേർത്തുപിടിച്ച് സുജിത്ത് തൻ്റെ സ്വപ്നം പറഞ്ഞു. കിട്ടുന്ന കേങ്ങിൽ നിന്നും നമുക്ക് കുറച്ചെടുത്ത് പുഴുങ്ങി ഉണക്കാം. അടുത്ത കൊല്ലം തിന്നാലോ? തവര തിന്ന് എനിക്ക് മതിയായി. അവൾ ചിരിച്ചു. ആദ്യം കേങ്ങുണ്ടാവട്ടെ. കിഴങ്ങുവള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അതിഴഞ്ഞു പോകുന്നതും അതിൻ്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്ത് പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു. എന്താ കരയുന്നേ? സുനിത ചോദിച്ചു. ഞാൻ അമ്മൂമ്മേനെ വിചാരിച്ചുപോയി, അവൻ പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞു. വയലിൽ നിറയെ കിഴങ്ങുവള്ളികളുടെ വയലറ്റു നിറം പരന്നു. ഇനി വിളവെടുപ്പിന് ഏതാനും മാസങ്ങളേയുള്ളൂ. അതുവരെ കൃഷിക്കാർ കൊടുത്ത ആഹാരത്തിന് പകരമായി വള്ളികൾ തങ്ങളുടെ വേരുകളിൽ നന്ദി നിറച്ചു വയ്ക്കുന്ന സമയമാണ്. ഒരു കിഴങ്ങ് തൊലി പൊളിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ പാൽനീരിൽ നിന്നും നാവിലേക്കിറങ്ങുന്ന മധുരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ സുനിതയുടെ വായിൽ വെള്ളമൂറി. പക്ഷേ പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചു. ചെടികൾ കരിഞ്ഞു തുടങ്ങി. കണ്ണെത്താ ദൂരത്തോളം വയൽ മുഴുവൻ മരണത്തിൻ്റെ മഞ്ഞ നിറം വ്യാപിക്കുന്നത് കണ്ട് കൃഷിക്കാർ നെഞ്ചത്ത് കൈവച്ചു. ഇത്രയും നാളത്തെ അധ്വാനം വെറുതെയായി. പല പ്രതിമരുന്നുകളും തളിച്ചു നോക്കി, രക്ഷയില്ല. ഈ രോഗം വന്നാൽ വേരുകൾ വലുതായി കിഴങ്ങുകൾ ഉണ്ടാവില്ല. ഇത്തവണത്തെ കൃഷിയിൽ ഭീമമായ നഷ്ടമുണ്ടാകുമെന്ന് പരിചയസമ്പന്നരായ കർഷകർ വിധിയെഴുതി. അവർ വെള്ളമൊഴിപ്പും വളം ചേർക്കലും നിർത്തി. സുനിതയ്ക്കും സുജിത്തിനും ഒന്നും മനസ്സിലായില്ല. അവർ എന്നും കാലത്ത് കണ്ടത്തിലിറങ്ങി ചെടികളെ നനച്ചുകൊണ്ടിരുന്നു. കുട്ടികളുടെ മണ്ടത്തരമോർത്ത് മറ്റു കൃഷിക്കാർ ചിരിച്ചു.
തങ്ങളുടെ വിശപ്പിനപ്പുറം മറ്റൊന്നും അവർക്ക് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. വിളവെടുപ്പ് വന്നു. നിരാശരായി തൂമ്പയുമായി ആളുകൾ വയലിലേക്കിറങ്ങി മാന്താൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിയെ സുജിത്തും തൻ്റെ സഹോദരി സുനിതയും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. അവർക്കുണ്ടാകുന്ന കിഴങ്ങ് പകുതിയെടുത്ത് പുഴുങ്ങി ഉണക്കി വെക്കണമെന്നും അടുത്ത വർഷത്തേക്ക് അവർക്കത് ആഹാരമാക്കാമെന്നും ഒക്കെ അവർ ചിന്തിക്കുന്നു. വിശപ്പാണ് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഏതു വിധത്തിലും അതിനെ തരണം ചെയ്യണമെന്നും അവർ നിശ്ചയിച്ചു. അങ്ങനെ അവർ സ്വപ്നങ്ങൾ കാണുകയും നിരന്തരം അവരുടെ കൃഷിഭൂമിയിൽ അധ്വാനിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് അവരുടേത് മാത്രമല്ല, അത്തരം മധുരക്കിഴങ്ങ് കൃഷി നടത്തിയവരൊക്കെ തന്നെയും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ മാസം അടുക്കാറായി, വിളവെടുപ്പിൻ്റെ മാസം. അങ്ങനെ ഏതാനും മാസങ്ങൾ മാത്രം ഇനി കാത്തിരുന്നാൽ മതി, വിളവെടുപ്പിനുള്ള കാലമായി. പക്ഷെ പെട്ടെന്നാണ് ആ അത്യാപത്ത് ഉണ്ടായത്. പെട്ടെന്ന് കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചു. ഈ മഞ്ഞ നിറം വ്യാപിക്കുന്നത് ആ കിഴങ്ങുവള്ളികൾ ഉണങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. പരിചയസമ്പന്നരായ പല കൃഷിക്കാരും അതിനുള്ള പല പ്രതിവിധികളും അന്വേഷിച്ച് കണ്ടെത്തി തളിച്ചു നോക്കി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. അതോടുകൂടി കർഷകർക്ക് ആകെ നിരാശയായി. അവർ നെഞ്ചത്ത് കൈവച്ചു. ഈ വർഷത്തെ കൃഷി വലിയ നഷ്ടമായിരിക്കുമെന്ന് അവർ വിധിയെഴുതി. പക്ഷേ കുട്ടി കർഷകരായ സുജിത്തിനും സുനിതയ്ക്കും ഇതൊന്നും മനസ്സിലായില്ല. അവർ മറ്റു കൃഷിക്കാരെ പോലെ ആയിരുന്നില്ല. അവരുടെ മുന്നിൽ വിശപ്പ് മാത്രമായിരുന്നു വലിയ പ്രതിസന്ധി എന്നത്. അതുകൊണ്ടവർ മഞ്ഞച്ച് കിടക്കുന്ന വള്ളികളിൽ പോലും നിരന്തരം വെള്ളവും വളവും ഒക്കെ ചേർത്തുകൊണ്ടിരുന്നു. വളരെ പ്രയാസപ്പെട്ട് കുടങ്ങളിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് അവർ ചെടികളിൽ ഒഴിച്ചു. ഇതെല്ലാം കണ്ട് മറ്റു കൃഷിക്കാർ അവർ ചെയ്യുന്ന മണ്ടത്തരം ഓർത്ത് ചിരിച്ചെങ്കിലും ഇതൊന്നും അവരെ ബാധിച്ചതേയില്ല. അങ്ങനെ വിളവെടുപ്പിനുള്ള സമയമായി. കർഷകർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. നിരാശയോടെ അവർ തൂമ്പയുമായി വയലിലേക്ക് ഇറങ്ങി കിഴങ്ങ് മാന്താനായി തുടങ്ങി. നീണ്ട് പാതി വഴിയിൽ വെച്ച് വളർച്ച മുരടിച്ചു പോയ വേരുകൾ വലിച്ചെടുത്ത് പ്രാഗിക്കൊണ്ട് ഓരോരുത്തരായി വലിച്ചെറിഞ്ഞു. ചിലർ കൃഷി ചെയ്ത വയലുകൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും പോയപ്പോൾ സുനിതയും സുജിത്തും വയലിലേക്കിറങ്ങി. തൂമ്പ കൊണ്ട് മണ്ണു നീക്കിയതും ചുവന്ന ശംഖുപോലെ മണ്ണിൽ കമിഴ്ന്നു കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ. അവർക്ക് അതിലൊന്നും അതിശയം തോന്നിയില്ല. അവർ നഷ്ടങ്ങളെപ്പറ്റി ആ നിമിഷം വരെ ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്തിട്ടില്ല. ഈ സംഭവം ഗ്രാമത്തിൽ പെട്ടെന്ന് വാർത്തയായി. അത്ഭുതം കാണാൻ നാട്ടുകാർ ഓടിക്കൂടി. ആ വിളവെടുപ്പിൽ അവരും ചേർന്നു. കിഴങ്ങുകൾ നിറയ്ക്കാൻ ചാക്കില്ലാതെ ആളുകൾ മറ്റു വീടുകൾ അന്വേഷിച്ചു പോയി. ഈ സമയത്താണ് എൻ്റെ വരവ്. ഞാൻ നോക്കി. മധുരക്കിഴങ്ങു ചാക്കുകൾക്കിടയിൽ 2 കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും. അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. പല കർഷകരും കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചതോടുകൂടി കൃഷി പകുതി വെച്ച് ഉപേക്ഷിച്ചതാണ്. പലരും കൃഷി ചെയ്ത വയലുകൾ അങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സുനിതയും സുജിത്തും വയലിലേക്ക് ഇറങ്ങി തൂമ്പ കൊണ്ട് മണ്ണു നീക്കിയതും ചുവന്ന ശംഖ് പോലെ കൂറ്റൻ കിഴങ്ങുകൾ അവർ കാണുന്നു. അവർക്കതിലൊട്ടും അതിശയം തോന്നിയില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവരുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്ന്. ഭൂമി അവരെ ഒരിക്കലും ചതിച്ചില്ല. ആ കുട്ടി കർഷകരുടെ വിയർപ്പിന് ഫലമുണ്ടായി എന്നർത്ഥം. ഈ വാർത്തയാണ് ഗ്രാമം പെട്ടെന്ന് ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് പലരും ആ അത്ഭുതം കാണാൻ വയലിലേക്ക് ഓടി വന്നത്. ഈ സമയത്താണ് എഴുത്തുകാരൻ്റെ വരവും. അങ്ങനെ സുജിത്തിൻ്റെയും സുനിതയുടെയും വിളവെടുപ്പ് വലിയ വിജയമായിരുന്നു. മറ്റു കർഷകരും അതിൽ പങ്കുകൊണ്ടു. അവരും കിഴങ്ങുകൾ ശേഖരിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചു. കിഴങ്ങുകൾ നിറയ്ക്കാൻ ചാക്കില്ലാതെ ആളുകൾ മറ്റു വീടുകളിൽ പോയി ചാക്കുകൾ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ പരിചയസമ്പന്നരായ പല കർഷകരുടെയും ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലാണ് ഈ വള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചത്. പക്ഷെ ഇതൊന്നും അറിയാതിരുന്ന കുഞ്ഞുങ്ങൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കൊടുത്തിരുന്നത്: വിളവെടുപ്പ് വരെ അവരുടെ ഭൂമി നനയ്ക്കുക എന്നത്. അതിലവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവർക്ക് നല്ല വിളവ് കിട്ടും എന്നത് തന്നെയാണ് അവരുടെ സ്വപ്നം. ദിവസവും അത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇരുവരും കിടന്നുറങ്ങിയത്. അങ്ങനെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്.
അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്താണ് ആ കിഴങ്ങുകൾ ഉണ്ടായത്. ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചുകൊണ്ട് എഴുത്തുകാരൻ തിരിഞ്ഞു നടന്നു. കഠിന പ്രയത്നത്തിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയാൽ ജീവിത വിജയം നേടാമെന്നതിൻ്റെ പ്രതീകമാണ് കഥയിലെ മധുരക്കിഴങ്ങ്. ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഈ കഥയിലെ മധുരക്കിഴങ്ങ് എന്ന് തന്നെ പറയാം. മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന ഈ പാഠഭാഗത്തിൻ്റെ ശീർഷകം അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായിട്ടുണ്ട് എന്നും നമുക്ക് പറയാം. ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ ആശയം. ഇനി അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.